ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നേയും അതുപോലെ തന്നെ ശേഷവും ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തി സ്ഥാനാർത്ഥിയായതിൽ പിന്നാലെ അവിടെ ഉണ്ടായ മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അത് തീർച്ചയായിട്ടും അവിടുത്തെ വോട്ടുകളിൽ ഉണ്ടായ ഒരു വലിയ തോതിലുള്ള വ്യത്യാസം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ നിന്നും ഇടതുപക്ഷവും വലതുപക്ഷവും വിട്ടുകൊണ്ട് പല നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ BJPയിലേക്ക് ചേർന്ന ഒരു കാഴ്ചയും ആലപ്പുഴയിൽ ഒട്ടനേകം കണ്ട ഒരു കാഴ്ച തന്നെയാണ്. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന വണ്ണമാണ് ഇപ്പോഴും ഇടതുപക്ഷം വിട്ടുകൊണ്ട്, അതായത് LDF വിട്ടുകൊണ്ട്, CPM വിട്ടുകൊണ്ട് നിരവധി പ്രവർത്തകർ നേതാക്കളടക്കം BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിൽ. അതിലിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ചുനക്കരയിൽ CPM വിട്ട് നിരവധി പേരാണ് BJPയിലേക്ക് ചേർന്നിരിക്കുന്നത് തന്നെ. ഇപ്പോൾ ചാരുമൂട് SNDP യൂണിയൻ നേതാവും CPM അംഗവുമായ രഞ്ജിത്ത് രവി, CPM ചുനക്കര ബ്രാഞ്ച് സെക്രട്ടറി ഷിജു പാലമൂട്, CPM അംഗങ്ങളായ സുരേഷ് വിശ്വനാഥൻ, മണക്കാട്ടുശ്ശേരി വിക്രമൻ ചുനക്കര എന്നിവരെ BJP ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള സന്ദീപ് വാചസ്പതി പാർട്ടി മെമ്പർഷിപ്പ് നൽകി പാർട്ടിയിലേക്ക് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇവരെ കൂടാതെ തന്നെ ഇടതുപക്ഷം വിട്ടുകൊണ്ട് നിരവധി പ്രവർത്തകരും അതോടൊപ്പം നേതാക്കളും തന്നെയാണ് ഇതിനോടകം തന്നെ BJPയിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. കാരണം ഇടതുപക്ഷത്തിൽ നിന്നും ഒരു വലിയ തോതിലുള്ള ഒരു ചോർച്ച ആലപ്പുഴയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് എത്തുന്നത് BJPയിലേക്കാണ്, നിരവധി പ്രവർത്തകർ ഉൾപ്പെടെ. എന്തായാലും ശോഭയുടെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി തന്നെ ആലപ്പുഴയിൽ BJPക്കുണ്ടായ ഒരു വളർച്ച ചെറുതൊന്നുമല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതിൽ തന്നെ നിരവധി UDF അതോടൊപ്പം തന്നെ LDF പ്രവർത്തകർ നേതാക്കളടക്കം BJPയിലേക്ക് എത്തിച്ചേരുന്നതും BJP സംബന്ധിച്ചിടത്തോളം അതൊരു പ്ലസ് നൽകുന്ന ഒരു കാര്യം തന്നെയാണെന്ന് കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതൊക്കെ തന്നെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് എത്രത്തോളം BJPക്ക് ഗുണകരമായി മാറുമെന്നുള്ളതും നേട്ടമുണ്ടാക്കാനായി സാധിക്കുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ വിജയസാധ്യത ഏറെ കൂടുതലുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ തന്നെയായിരിക്കും ശോഭാ സുരേന്ദ്രൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും BJPയും ഉറപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന് മുന്നോടിയായിട്ട് തന്നെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വലിയ തോതിലുള്ള ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വീകാര്യത ഉണ്ടാക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് വളരെ വലിയ തോതിൽ തന്നെ നടത്തുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ നിരവധി മറ്റു പാർട്ടികളുമായിട്ട് രാഷ്ട്രീയ ചായ്വുള്ളവർ ഒരുപാട് പേർ ഇപ്പോൾ BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതും ആലപ്പുഴയിൽ. എന്തായാലും ശോഭയുടെ നീക്കങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ തന്നെ ആലപ്പുഴ എന്ന ജില്ലയിൽ വളരെ വലിയ തോതിൽ വർക്കാവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ എത്രത്തോളം ഇനിയിപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉപകാരപ്രദമാകും BJPക്ക് എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.